രാമേന്ദ്രനാണ് കുത്തി ബാലേന്ദ്രനാണ് കുത്തിയിട്ട് പുതിരുത്തി ബാലൻ എന്നെ കൊണ്ടുപോയി അതിന് കൊണ്ടുകൊടുത്തോ ആടിയിട്ടാ കുത്തി. എന്നിട്ട് അവിടുന്ന് ആ പട്ട താക്കിയിട്ട് നേരെ ബാലിന് മുകളിൽ വെച്ചിട്ടാണ് വീട്ടിൽ പെണ്ണ് കിട്ടാണ്ടായപ്പോഴല്ലേ ആനപ്പണി നിർത്തിയത്. ഇപ്പോൾ ബാലകൃഷ്ണൻ ആനയുടെ കൂടെ 3 വർഷം ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പൊ അവിടെ കുറച്ച് പ്രശ്നക്കാരനാണ്. എന്നിരുന്നാലും നമ്മൾ അതിന് ഉടമസ്ഥൻ നമ്മൾ അങ്ങനെ ബാലകൃഷ്ണൻ മേനോൻ എന്ന് പറയും. നമ്മുടെ ഇപ്പോഴത്തെ പ്രസിഡന്റിന്റെ അച്ഛൻ കിഴക്ക് വീട്ടിൽ ബാലകൃഷ്ണൻ മേനോൻ എന്ന് പറയും. അപ്പം അങ്ങേര് നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്. നീ അതുമ്മയ്ക്ക് പോടാ എന്ന് പറഞ്ഞിട്ട് തന്നെ അതുമ്മ നിർത്തി. വിൽക്കുന്നവരെ ഞാൻ തന്നെ ആയിരുന്നു, വിൽക്കുന്നവരെ ഉണ്ടാകും. ഇറ്റാടെ കൊണ്ടാക്കി കൊടുത്തു കൊണ്ടുപോകുന്നു. അതിനുശേഷം പിന്നെ വേറെ കുറച്ചാൾ ആനപ്പണി നിർത്തി. 10 ഭാര്യ പെണ്ണ് കിട്ടാണ്ടായപ്പോൾ ഞങ്ങളുടെ ജാതിയിൽ പെണ്ണ് കിട്ടാണ്ടായപ്പോൾ ആനപ്പണി കുറച്ച് നാൾ നിർത്തി. പെണ്ണ് കിട്ടിയതിൻ്റെ ശേഷം വീണ്ടും വന്നു. എത്ര നാൾ നിർത്തി? അതൊരു 10-15 കൊല്ലം നിർത്തിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് വീണ്ടും കല്യാണമൊക്കെ ആയി പെണ്ണായിട്ട് സെറ്റപ്പൊക്കെ ആയി ഭാര്യ വീടൊക്കെ ആയതിൻ്റെ ശേഷം വീണ്ടും വന്ന അഴിച്ച ആനയാണ് പാറമേക്കാവ് രാജേന്ദ്രനാണ്. അതൊരു മാസം കയറിയുള്ളൂ. എനിക്ക് ചുണ്ടി കൂടുതലല്ല. എനിക്ക് കടവണ പറഞ്ഞ് ഞാൻ ഇട്ടെറിഞ്ഞു പോകും. പിന്നെ ഈ പൊസനൊക്കെ അടിച്ചിരിക്കണത് കടവണ പറഞ്ഞാൽ തൊട്ടിമൂലൊക്കെ വലിച്ചേരും ഞാൻ അപ്പോൾ കയറും. അങ്ങനെ സ്വഭാവം ഉണ്ട് എനിക്ക്. അപ്പം അത് കാരണം അന്നത്തെ മാനേജറായിട്ട് തല്ലുകൂടി പോയി. അല്ല കല്യാണം കഴിഞ്ഞിട്ട് വൈഫിന്റെ ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ടിങ് ഉണ്ടായിരുന്ന? ഇല്ല, അവർക്ക് ആനപ്പണിക്ക് ദേഷ്യല്ലേ, ആന കാണുന്നത് തന്നെ അലർജി അല്ലേ. അതിന് മുന്നേ അവർ അന്വേഷിച്ചിട്ടുണ്ടായിരുന്ന? അതെ. അപ്പൊ പെണ്ണ് കിട്ടാണ്ടായപ്പോഴല്ലേ ആനപ്പണി നിർത്തിയത്. പിന്നെ പെണ്ണ് ഈ യൂണിയനിൽ പണിക്ക് എൻ്റെ പെങ്ങള് യൂണിയൻ പണി മേടിച്ചു തന്നു കുന്നോളത്ത് ചുമട്ടില്. അത് പിന്നെ ഗുരുനാഥല്ലാത്ത പണിയില്ല, വരണതർക്ക് പിടിക്കുക കയറ്റല്ലേ, പറ്റാവുന്നത് ഏറ്റി വയ്ക്കുക. ആ പണിയിൽ ചെന്ന് പെട്ടു. ആ ഒരു പണിയിൽ ചെന്ന് പെടുമ്പോഴും രാമകൃഷ്ണന് ഈ ഒരു ആനപ്പണിയിലേക്ക് വരണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലായിടത്തും ആന തെറ്റിലൊക്കെ പോവും, കെട്ടാനും പിടിക്കാനൊക്കെ പോവും. അങ്ങനെ പോയിട്ടുണ്ടോ? ആ രാമേന്ദ്രൻ ആന കുത്തി ബാലേന്ദ്രൻ ആന കുത്തിയിട്ട് പുതിരുത്തി ബാലൻ എന്നെ കൊണ്ടുപോയി. വാടാ പോവും. അങ്ങനെ രാമേന്ദ്രൻ ആന കുത്തി എന്ന് പറഞ്ഞിട്ട് എവിടേക്കാണ് കൊണ്ടുപോയ? അവന്റെ നാട്ടിലേക്ക് തൃത്താലയ്ക്ക്. തൃത്താല, നമ്മുടെ തൃത്താല രാമേന്ദ്രൻ. അയാൾ ആന കുത്തിയിട്ട് ബാലേന്ദ്രൻ ആന. അപ്പൊ പുതിരുത്തി ബാലനാണ് അവർ നയിച്ചു വരുന്നത്. അപ്പൊ ബാലേട്ടൻ എന്നെ വലിയ കാര്യമാണ്. എന്നെ വിളിച്ചുകൊണ്ടു. അല്ല അതേമാതിരി ആ പുതുശ്ശേരിയിൽ 2-3 ആനയുണ്ടായിരുന്നു. ആ ആനകളൊക്കെ തെറ്റി കഴിഞ്ഞാൽ യൂണിയനിലേക്ക് ആളെ വന്നാൽ ഞാൻ പോവും കെട്ടാനും പിടിക്കാനൊക്കെ. അല്ലാണ്ട് ആനപ്പണിക്കായിട്ട് പോവില്ല. പിന്നെ നമ്മുടെ ഗുരുവായൂർ ഉണ്ണിയുണ്ട്, രാമൻകുട്ടി ആനമേ റിട്ടയർഡായത് പെൻഷൻ. അവനെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആനയ്ക്ക് ചട്ടുണ്ടോ എന്ന് കാഞ്ഞിരക്കാട്ട് പൂവാലനെന്ന് പറഞ്ഞാൽ ആനയ്ക്ക് ചട്ടുണ്ട്. അപ്പോൾ അവനെന്തെങ്കിലും ആവശ്യങ്ങൾ വരണമെങ്കിൽ വീട്ടുകാരറിയാണ്ട് പോയിട്ട് അതിനെ എവിടെയെങ്കിലും കൊണ്ട് എഴുന്നള്ളിക്കും ഞാൻ. ഒരു തവണ കിഴൂർ പൂരം എഴുന്നള്ളിച്ചു. പിന്നെ അവൻ്റെ നാട്ടിൽ കുറച്ച് എഴുന്നള്ളിപ്പുണ്ടായിരുന്നു, അത് കഴിച്ചു കൊടുത്തു. വീണ്ടും യൂണിയനിൽ പണിക്ക് വരും. യൂണിയനിൽ പണിക്ക് നിന്നിരുന്ന സമയത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. ആനപ്പണിക്കൊക്കെ വന്നു. ആനപ്പണിക്ക് തന്നെ ഉത്സാഹം. പക്ഷെ വീട്ടുകാർ സമ്മതിക്കില്ല, ഭാര്യ സമ്മതിക്കാണ്ട്. പിന്നെ ഭാര്യ സമ്മതിച്ചു. പിന്നെ ഈ പണിയിൽ തന്നെ അങ്ങനെ ആയിക്കോട്ടെ, ഇനി ഇത് പിടിച്ചു കൊടുത്തിട്ട് ഇനി വേണ്ടാന്നുള്ള അഭിപ്രായം, യൂണിയൻ പണിയൊക്കെ വേണ്ട വെച്ചു. അങ്ങനെ യൂണിയനിലൊരു 3-4 ആൾ മരിക്കലൊക്കെ ഉണ്ടായി. അതിൻ്റെ ശേഷം നമ്മളത് വേണ്ട വെച്ചു. അതിൻ്റെ രാമദാസാനിക്ക് കയറിയ രാമദാസാനിക്ക് കയറിയത് അടിയാട്ടാനയെന്ന് വിട്ടിട്ട്. അടിയാട്ടാനല്ല എത്ര നാളുണ്ടായിരുന്നു? അടിയാട്ടാനയല്ല, പാമ്പാമ്പോട്ട ആനയെ കെട്ടി കൊടുത്തിട്ട്. അടിയാട്ടാനയെന്ന് ഞാൻ പാമ്പാമ്പോട്ട ആനയ്ക്ക് പോകണം. പാമ്പാമ്പോട്ട് ആനയുണ്ടായിരുന്നു. അടിയാട്ടാനല്ല എത്ര നാളുണ്ടായിരുന്നു? 5-6 കൊല്ലം ഉണ്ടായി. 5-6 കൊല്ലം ഉണ്ടായിരുന്നു. അടിയാട്ട ആനയുടെ ഒരു പ്രത്യേകതകളും അവൻ്റെ ആ ഒരു ചിട്ടോട്ടങ്ങളൊക്കെ ഒന്ന് പറയാൻ പറ്റും? ആന നല്ല ഭംഗിയുള്ള കുട്ടിയാനയിലുള്ള കലയുള്ള ആനയാണെന്ന് മാത്രമേ ഉള്ളൂ. വേറെയുള്ള കാര്യമൊന്നും നമ്മൾ ഒരു ആനക്കാരനെ പറ്റി ആനയൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കൈപ്പുണ്യമില്ലാത്ത ആനയാണ്. എന്നും നരകാതുമ്പോൾ പണിയെടുക്കും. എൻ്റെ അനുഭവത്തിലേക്ക് പറയാൻ പറ്റും. മേനോൻ കാശ് ചോദിച്ചാൽ തരും. എന്നും ഓരോരോ പുലിവാലാതുമ എങ്ങനെയും പോന്ന് കിട്ടിയാൽ മതി, ഒരു കാരണം കിട്ടിയിട്ട്. അങ്ങനെ അത് വേണ്ടാച്ച് പോകുന്നതാ. 6 കൊല്ലം ഉണ്ടായിരുന്നു. 5-6 കൊല്ലത്തിന് മേലെ നിന്നു. പിന്നെ വേണ്ടാച്ച് പോകുന്നു. ആനയുടെ ആ ഒരു സ്വഭാവ രീതിക്ക് എങ്ങനെയുണ്ടായിരുന്നു? അതൊരു നാരിയ വഴക്കാനിക്ക്. അതിന് ചെറിയ പ്രായമുണ്ടായിരുന്നു. ചെറുപ്രായം. പിന്നെ ഞാൻ താമസിച്ചിട്ടാണ് ആദ്യമായിട്ട് ഒലിവ് ഉണ്ടായത്. മരുന്നൊക്കെ കൊടുത്ത് ആദ്യത്തെ ഒലിവ് ആ ഈ ശിവസുന്ദർ എന്ന ഷെഡിൽ വെച്ചിട്ടായിരുന്നു ആദ്യത്തെ ഒലിവ്. അത് കഴിഞ്ഞ് ആദ്യത്തെ ഒലിവ് കഴിഞ്ഞപ്പോൾ നീരിന്ന് അഴിക്കനായിട്ട് വിട്ട് പോകുന്നുണ്ട്. പോന്നു. ഞാൻ സാറായിട്ടല്ല, സാറിൻ്റെ പേര് സാറെന്തോ പറഞ്ഞപ്പോൾ എനിക്ക് പറ്റില്ല എന്നൊന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പോയി. പിന്നെ കോടാലി ഉപയോഗിച്ചു. അത് കഴിഞ്ഞിട്ട് രാമൻ അയക്കുന്നത്, നെന്മാറ രാമൻ.
അത് കഴിഞ്ഞ് നെന്മാറ രാമേട്ടൻ നിങ്ങളൊക്കെ ഒരേ അതില്ലേ ചട്ടക്കാരാണ്? അല്ലല്ലേ, നെന്മാറ രാമൻ ആദ്യമായിട്ട് ഞാൻ പെരുമ്പാവൂർ ആന ചുമതല കയറുമ്പോൾ കരിമ്പിനിശ്ശേരി ആറാട്ടിനാണ് ഞാൻ ഇവനെ ആദ്യമായിട്ട് കാണുന്നത്. ഞാനും കുഞ്ഞുമോനും ഒരു റേഞ്ചിൽ പോകും. ഏത് കുഞ്ഞുമോൻ? കഞ്ഞി കുഞ്ഞുമോനില്ലേ, അതൊക്കെ നിങ്ങൾ ഒരു റേഞ്ചിൽ പെടും. ഞാൻ കഞ്ഞി കുഞ്ഞുമോൻ, പിന്നെ ആരാണ് ഞങ്ങളുടെ റേഞ്ചിൽ കൊല്ലംകോട് വേലായുധൻ, ഞങ്ങളൊക്കെ ഒരു കളരിയിൽ പെടും. രാമേന്ദ്രൻ, നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു റേഞ്ചിൽ പെടും. രാമ വടിശ്ശേരി ആനമേലാണ്, എടക്കുന്നി ആനമേലാണ്. പൊന്നു, വേലായുധൻ, ഇവരൊക്കെ എടക്കുന്നിയിൽ ആന കുറേ ബീഹാർ ആനകൾ വന്ന് ചാടിയതാണ്. അങ്ങനെ ആനക്കാരായുള്ള. പക്ഷേ അയാളിപ്പോൾ നമ്മളൊക്കെ വലിയ ആനയിൽ കൊണ്ടുനടക്കണം. അപ്പം അതിൻ്റെ ഒരു വെയിറ്റ് അയാൾക്ക് ഉണ്ടാവില്ല. ഇപ്പോൾ രാമദാസ് ആനയെന്ന് കുറച്ച് ആൾ വിട്ടുന്ന സമയത്ത് നമ്മുടെ പേരാമംഗലം ആനയുടെ അടുത്തേക്ക് പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഷിബു അന്ന് പറഞ്ഞു ആനയൊന്ന് ചികിത്സിക്കണം. എനിക്ക് ആന ചികിത്സ അറിയാമെന്ന് അവനറിയാം. അങ്ങനെ ഞാൻ അവൻ്റെ നേതൃത്വത്തിൽ പോയി. അന്ന് ആദ്യ അവസാനം അവനല്ല അവിടുത്തെ ചുമതലയും ഉത്തരവാദിത്തമൊക്കെ അവൻ്റെ ഇതിലാണ് നമ്മൾ പോയി ആനയൊക്കെ ചികിത്സിച്ചു, വേണ്ട കാര്യങ്ങൾ ചെയ്തു, ഒലിപ്പിച്ചു, അഴിക്കാനും സഹായിച്ചു. ഈ ആൻ്റെ രീതി അവനറിയില്ലല്ലോ, അപ്പോൾ അഴിക്കാനും ഞാൻ സഹായിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പോന്നു. പിന്നെ ഇപ്പോഴും ആനയ്ക്ക് വല്ല അത്യാവശ്യം എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ അവർ വിളിക്കും, ഞാൻ പോകും. കഴുകുമ്പോൾ ഒരു കാര്യം ഉണ്ടായിരുന്നു, കഴുകുമ്പോൾ ആന കഴുകുമ്പോൾ എന്നല്ല, ആന ഇരുത്തിയപ്പോൾ തന്നെ ആന പന്തികേടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇത് ലാസ്റ്റ് കഴുകലാണ്, കഴുകിയിട്ടാണ് കെട്ടിക്കോ. അപ്പോൾ അവർക്കൊരു തോന്നലേ ആയിട്ടില്ലാന്ന്. അപ്പം ഞാൻ പറഞ്ഞു ആയിടാ ഷിബു എന്ന് പറഞ്ഞു, കടുക്കനോടും പറഞ്ഞു. അങ്ങനെ കെട്ടി ഉറപ്പിച്ചു. പിറ്റേ ദിവസം ഓടിക്കും ചെയ്തു എല്ലാവരും ഓടിച്ചു. പിറ്റേ ദിവസം ആ രാമൻ്റെ ഒരു പ്രത്യേകതകളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ചേട്ടൻ നോക്കി കാണുന്നത്? നമ്മുടെ പേരാമംഗല ആന അഴിക്കാൻ ഏത് മുല കുടിക്കുന്ന കുട്ടിക്കും അഴിക്കുക. നിങ്ങൾ പോയിട്ട് ഇരിക്കാൻ പറഞ്ഞാൽ ആന ഇരിക്കും. കൊണ്ട് നടക്കാനാണ് പണി. നിത്യവൃത്തികൾ കഴിച്ചു കൊണ്ടുവരണ്ടേ, അവിടെയാണ് ആന നമ്മളെ പണി പറ്റിക്കുക. അവിടെയാണ് നമ്മുടെ ആനപ്പണിയുടെ കഴിവ്. ആന ഒരു കാലത്തും അതിനെ വിശ്വസിച്ചിട്ട് നമ്മൾ കൈകാര്യം ചെയ്യരുത്, ചെയ്യുന്നുള്ളത് തന്നെ കണക്കൂട്ടണം. അങ്ങനെ കൊണ്ടുനടക്കുക വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ആനയെ കണ്ടമാനം ഉറക്കൊളച്ച് മുഷിഞ്ഞാലും ആന ചെയ്യും. എനിക്കൊരു പറയല്ല, ആന കൊണ്ട് നടക്കുമ്പോൾ എങ്ങനെ ശരിക്കും ശ്രദ്ധിക്കുക? എഴുന്നള്ളിപ്പിൻ്റെ രീതിയിലുള്ള എഴുന്നള്ളിപ്പിനല്ല, ആനയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത ആയിട്ടുള്ള ഒന്നും കാണിക്കൊന്നുമില്ല. ആന ഡപ്പെന്നിരിക്കും, കയ്യിൽ നിന്ന് പോക്കും, പോണ വഴിക്ക് കിട്ടിയതൊക്കെ ഹോട്ടലാക്കും. ആനയ്ക്ക് പോകണം, ഇത്രയുള്ള ജ്വരമുള്ളൂ. അതിൻ്റെ മുമ്പിൽ എന്ത് തടസ്സം ഉണ്ടെങ്കിലും ആന നീക്കം ചെയ്യും. ആളായാലും വേണ്ടില്ല, ആരായാലും വേണ്ടില്ല. അതേപ്പം കഴിഞ്ഞിട്ട് പിന്നെ ചുമതലയേറ്റ ആന ഏതായിരുന്നു രാമേഷേട്ടാ? പിന്നെ ഞാടിയാട്ട അയ്യപ്പന്ന് പോന്നിട്ട് പാമ്പാമ്പോട്ട ആന കയറി. പാമ്പാമ്പോട്ട ആന വന്നിട്ട് പിന്നെ സുന്ദരമിന്റെ അത് അങ്ങാടിപ്പുറത്തുനിന്ന് വിറ്റ് പോകുന്ന ആന, ഇതിന്റെ തൊണ ആന. ഏത് ഒളരി കാളിദാസിന്റെ തൊണ, ആദ്യത്തെ ആന. ആ ആനയാണ് പാമ്പാമ്പോട്ടും മേടിച്ചത്. അത് ഇതേമാതിരി ഒന്നിനും പേരുദോഷമായിട്ട് നിൽക്കണ ഒരു ആനയായിരുന്നു, എഴുന്നള്ളിക്കാൻ പറ്റാണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞാൻ 2 കൊല്ലം ഭംഗിയായിട്ട് കാര്യം തൃശ്ശൂർ പൂരം കഴിച്ചു. അതിന്റെ സ്വഭാവമൊക്കെ എങ്ങനെയായിരുന്നു ആ സമയത്ത്? തെറ്റേന എൻ്റെ കൂടെ പ്രായമാണ് ഒരു 10-40 വയസ്സ് പ്രായം ഉണ്ടായിരുന്നുള്ളൂ. പ്രായം കൊടുത്തു. അവിടെയുള്ള ആന സ്വർണ്ണ കൊടിമേര കൂത്തി കളഞ്ഞ്, അമ്പല കൂത്തി കളഞ്ഞ് വിറ്റത് അവര് ലേലം വിളിച്ചത്. പിന്നെ ആന പാമ്പാമ്പോട്ട് വന്നിട്ട് പിന്നെ ഒരു കൊല്ലം പണിയെടുത്തു. പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചു. പിന്നെ നമ്മുടെ കുട്ടംകുളങ്ങര ആനയ്ക്ക് കയറാനുള്ളൊരു ഇതുണ്ട്, രാമദാസ് ആന. അത് രാമദാസ് ആനയ്ക്ക് സുന്ദരം പോയതിൻ്റെ ശേഷം കുറച്ച് നാൾ കൊണ്ടുവരും. എത്ര നാളുണ്ടായിരുന്നത്? ഒരു 4-5 കൊല്ലം ഉണ്ടായിരുന്നു. അത് ആ ഒരു സമയം എങ്ങനെയായിരുന്നു? ആനയുടെ അടുത്തുള്ളൊരു ആനയ്ക്ക് പാപ്പാൻ്റെ അടുത്തുള്ളൊരു രീതി? അത് ആ രീതി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ രീതിയില്ല. ആനയും കള്ളു കുടിക്കും, ഞാനും കള്ളു കുടിക്കും, രണ്ടാളും കുടിക്കും. അത് വിചാരിച്ചിട്ട് എഴുന്നേൽപ്പ് മുടക്ക് കാര്യങ്ങളൊന്നുമില്ല. ആനയ്ക്ക് എൻ്റെ ഒരു പ്രത്യേക താല്പര്യം. എനിക്ക് ഏത് നീരിലും എങ്ങനെ വേണമെങ്കിൽ പെരുമാറും. എന്നെ ഓടിക്കുക ചാടിക്കൊന്നുമില്ല. പക്ഷേ വെളിച്ചാൻ പോയി ചിലപ്പോൾ ഒരു ക്വാർട്ടറിൽ നിന്ന് ശേലം കൊടുക്കും, ഞാനും കുടിക്കും, ഞാനും കഴിക്കും. പിന്നെ തറിയാൻ അയക്കുക, കൊണ്ടെടുക്കുക, എന്ത് വേണമെങ്കിൽ ചെയ്യുക. ആനകളെ കാണാൻ ഞാൻ മതി, അത് ഓടിച്ചൊന്ന് കുത്തും. ഇപ്പോൾ നമ്മുടെ രാമകൃഷ്ണന് ഈ ഒരു കാലയളവിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊരു കാലയളവിൽ രാമകൃഷ്ണന് ഈ ഒരു ആനപ്പണിയിൽ മറക്കാൻ പറ്റാത്ത വല്ല അനുഭവങ്ങളും അതുപോലെ തന്നെ സന്തോഷപരമായിട്ടുള്ള നിമിഷങ്ങൾ ഒരുപാടുണ്ട്. അതൊന്ന് കേട്ടാൽ കൊള്ളാവുന്നുണ്ട് നമുക്ക്.
സന്തോഷം എന്ന് പറഞ്ഞൊരു നിമിഷങ്ങളെന്ന് വെച്ചാൽ ചില പൂരങ്ങൾക്ക് നമ്മൾ ആനയെന്ന് വിളിച്ച് നിർത്തിയോണ്ട് നമുക്കൊരു സന്തോഷമൊന്നുമില്ല. നമ്മൾ നിരന്തരം എടുക്കുന്നൊരു പണിയല്ലേ, അതിലെന്താ സന്തോഷിക്കാനുള്ളത്? വിഷമങ്ങൾ സംഭവിച്ചുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് നാരായണൻകുട്ടി ആനയിൽ നിന്നിട്ട് ചങ്ങരംകുളങ്ങര വെച്ചിട്ടുണ്ടായിട്ടുണ്ട്. ആനനെ തട്ടിയിട്ട് കുത്തിയിട്ട് തലയിട്ടിട്ട് വരുമ്പോൾ തട്ടിയിട്ട് കുത്തി. ആ സമയത്ത് നമുക്ക് ആന കയ്യിൽ നിന്ന് പോവുക എന്തുണ്ടാവുക എന്നുള്ളൊരു ഭയപ്പാടുണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആന ചെറിയ കുട്ടികളെ മുകളിൽ വെച്ച് കൈ കൂട്ടും. അവിടെ നമ്മുടെ വടക്കഞ്ചേരി ഏകാദശിക്ക് ആ കുട്ടികളെ മേളോടൊരു സ്നേഹം എനിക്ക്. ചെറിയ കുട്ടികളല്ലേ മുകളിൽ, രണ്ട് വലിയവരും കുഞ്ഞൊക്കെ ഈ ഇത്രശ പോകുന്ന ഇടങ്ങാഴ്ച പോകുന്നിട്ട് കയറ്റിച്ചേക്കണം. അതൊരു 10-20 ഉണ്ട്. അവറ്റകളെ ഇറക്കുന്നവരൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇറക്കി, കുഴപ്പമില്ലാണ്ട് ഇറക്കി, അവിടെ തന്നെ കെട്ടി ഉറപ്പിച്ചു. പിന്നെ ഒരു മാസം കഴിഞ്ഞ് കിഴൂർ പൂരത്തിന് വന്നേ. പിന്നെ രാമകൃഷ്ണൻ ഈ പൂരപ്പറമ്പിൽ നിന്ന് എങ്ങാനും വല്ല മോശമായിട്ടുള്ള വല്ല അനുഭവങ്ങളുണ്ടല്ലോ? വല്ല ഈ നമ്മുടെ ജനങ്ങളിൽ ഇത് ആനയെ കൊണ്ടുവരുന്നുള്ളിക്കുമ്പോൾ ആനയുടെ അടുത്തേക്ക് വരിക, അങ്ങനത്തെ വല്ല കാര്യങ്ങളും? അത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കച്ചറയുള്ള പൂരങ്ങൾ കുന്നംകുളം പൂരങ്ങളിലേക്കാണ് കൂടുതൽ കച്ചറ. അവരെന്ത് പറഞ്ഞാലും മാനവള്ളടുത്ത് കയറി വരും. വെള്ളമടിച്ചിട്ടായി വരുന്നത്. ഇന്ന് എന്നെ കൊന്നോട്ടറ, നിനക്കെന്താ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് വരിക. കൊന്നു കഴിഞ്ഞാലുമ്പോഴല്ലേ വിവരം അറിയുക. അങ്ങനെ പല സ്ഥലത്ത് പല രീതിയിൽ ചിലവർ ഈ ആനയെ പാട്ടത്തിന് മേടിച്ച് ക്രൂരമായി പെരുമാറുന്ന കമ്മിറ്റിക്കാരനുണ്ട്. ആനയ്ക്ക് പാട്ടം കൊടുത്തു കഴിഞ്ഞാൽ പട്ടണ കാര്യം ദേവസ്വം കൊടുന്നേരെന്ന് പറഞ്ഞുള്ള കമ്മിറ്റിക്കാരൻ ഈ വരാക്കര പൂരം. ഞാൻ പോകാറില്ല കേട്ടോ വരാക്കര പൂരത്തിന്. ഇനി ഒരു കോടി ഉറുപ്പ്യ പറഞ്ഞാൽ ഞാൻ പോവില്ല. ഞാൻ ഇവരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ പോവില്ലെന്ന്. പൂരങ്ങളെ ഏറ്റവുള്ള നരകം പിടിച്ച പൂരാണ്. അവർക്ക് കൊടുത്ത കാശ് മുതലാക്കലാണ്, അല്ലാണ്ട് ആനയും മുതലാവണം, വാദ്യക്കാരും മുതലാവണം. എന്നിട്ട് അവർ കിടന്നുറങ്ങും, പാടത്ത് കൊണ്ടുപോയി നിർത്തും പൂരം. എന്നിട്ട് അവർ പോട്ടെ കൊട്ടട്ട മറ്റം പറയും പൈസ കൊടുത്തല്ല അവർ കൊട്ടട്ട അവിടെ നിന്നിട്ട് എന്നിട്ട് പാലത്ത് വിളിച്ചു വേണ്ടിച്ചു അത് വരെ അവിടെ നിർത്തും. അങ്ങനെയുള്ള കമ്മിറ്റിക്കാരുണ്ട്. അങ്ങനെ നോക്കാനൊന്നുമില്ല. പലരും നമ്മൾ ഇഷ്ടപ്പെട്ടുള്ള ആൾക്കാർ നമുക്ക് ഓരോ പൂരങ്ങൾ ഇഷ്ടമുണ്ട്. ആ പൂരത്തിന് പോവും. അപ്പോൾ ചെറുപറമ്പത്താ പൂരം മറ്റേ അതൊക്കെ എന്തൊട്ട് പാടുള്ളത്, കുറച്ച് നേരത്തെ ബുദ്ധിമുട്ടുള്ളൂ. അതവിടെ കൊണ്ടിടുകയാണ്, ജൂനിയൻകാർ ചാക്ക് ഇടണ മതി. ഇനിയില്ല പിന്നെ ഒരു ഭാഗത്ത് ഒതുങ്ങിക്കാം. ആ സ്ഥാനത്ത് ചനക്കത്തൂർ പൂരമൊക്കെ എന്ന് പറഞ്ഞാൽ ചനക്കത്തൂർ പൂരം ഞാൻ പുന്നത്തൂർ ദാമോദരനാനമ വരിക്കലാമ്പ് പിടിക്കുന്ന കാലത്ത് ഞാൻ നടന്നിട്ടുണ്ട്. എൻ്റെ ദൈവമേ, എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നിട്ടുണ്ട്. 5 ആനയാണ്. പുന്നത്തൂർ ദാമോദരനാനിക്ക കോലം, മഞ്ചേരി കോലം കുട്ടീഷാന, പിന്നെ നമ്മുടെ ഇവിടെ ഈ മുണ്ടത്തിക്കോട് ഒരു നമ്പീശനൊരു ആനയുണ്ടായിരുന്നു, വാലുമുറിയാൻ. അത് പിന്നെ 5 ആനയുണ്ട്. ഏതൊക്കെ ഉണ്ടാവോ? 5 ആനയായിരുന്നു. ഞാനന്ന് ഈ ആനയമ്മല പുന്നത്തൂർ ദാമോദരൻ ആനയമ്മല 3-ാം പാപ്പാനായിട്ട് ചനക്കത്തൂർ പൂരം. അവിടുന്ന് ചനക്കത്തൂർ ടൗൺ ഒറ്റപ്പാലത്ത് നിന്ന് കരഞ്ഞിട്ടുണ്ട് ഞാൻ. നടന്നിട്ട് 2 നേരം അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കണ്ടേ. പിറ്റേ ദിവസം 10 മണി കഴിയില്ലേ പൂരം കഴിയുമ്പോൾ? പിറ്റേ ദിവസം പൂരം ഉണ്ടാവും. ഇപ്പൊക്കെ പിന്നെ ലോറിയിലായ കാരണം കൊണ്ട് നരകല്ലേ, സുഖമല്ലേ. എന്നാലും അങ്ങനെയുള്ള പൂരങ്ങൾക്ക് പോകാണ്ടിരിക്കുക നല്ലത്. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞപ്പോൾ കാവടി പറഞ്ഞില്ലേ, ആനോളെ ഏതിലെ വരിക ഏതിലെ പോകാന്നത് യാതൊരു പുറത്തില്ല. റെസ്റ്റ് ഉണ്ട്. അപ്പോൾ ചെറുപൂരം എന്ന് വിളിച്ച ആനകൾക്ക് മെയിൻ പൂരമല്ലേ, മെയിൻ പൂരം എന്ന് വിളിച്ച ആനകൾക്ക് രാത്രി ഒഴിവുണ്ടാവും. ഒരു 7 ആനയെ വേണ്ടോ, അത് അവർ സെറ്റിൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിറ്റേ ദിവസം പകൽ വേണ്ട 7 ആനയെന്ന് വിളിച്ച ആനകളൊക്കെ ഒഴിവാക്കും, വേറെ ആനകളെ വരുന്നേ. അപ്പോൾ പിന്നെന്താ വിഷമം? ഇവർ എല്ലാ അടിയന്തരം ഒരു ആനയമേനെ നടത്തുക. നമ്മുടെ പൂരത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ആനക്കാരൻ 4 കൊല്ലത്തെ ആയിസ പോവും. കടന്നാകൊണ്ട് പുറത്തേക്ക് വരും. 10 മണിക്ക് എഴുന്നള്ളിപ്പാന. പിറ്റേ ദിവസം 11 മണിയാവും തലയിട്ട് അഴിക്കുമ്പോൾ. ഇതിന് തിന്നു. ഇത് എയറടിക്കുക. 1 ലക്ഷം 2 ലക്ഷം ഒക്കെ കിട്ടും. ആനക്കാരൻ പിന്നെ എങ്ങനെയും ഒപ്പിക്കുക. 2 ചേട്ടക്കാരൻ ഈ കുറച്ച് നേരം എഴുന്നള്ളിക്കണം. മറ്റേ ഞാനാരോടെ പറയാ ഈ കോലൊന്ന് കുറച്ച് നേരം മാറ്റി പിടിക്കാൻ? ആരോടും പറയാൻ പറ്റുമോ? അതിൻ്റെ നാവ് പുറത്തേക്ക്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ് നെട്ടിട്ട വടിക്കുള്ള അടി നല്ല പോവും. നന്നായില്ലേ പൂരം? പൂത്തറ പൂരത്തിനൊക്കെ മനുഷ്യന്മാർ പോയി. ഞാൻ ഒരു കൊല്ലം പോയില്ല. ശ്രീനിവാസനാനെ മുടങ്ങിയിട്ട് അത് കൂടി നിർത്തി. സ്വാമിയോട് പറഞ്ഞു, നിങ്ങൾ ചെമ്പൂത്തറ പൂരം എടുക്കണമെങ്കിൽ നിങ്ങൾ വേറെ ആനക്കാരെ വെച്ചോ. ഞാൻ ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞാൽ ഇല്ല.
ഒന്നാമത്തെ സ്വാമിയുടെ പൂരം കഴിക്കാറില്ല. ഞാൻ ബാലമാഷയുടെയും നമ്മുടെ ഗോപാലൻ നായരുടെയും ഇവരൊക്കെ പൂരം പള്ളത്താളവരുടെ ഗോപാലൻ നായരുണ്ട്, അയാളുടെ പൂരം തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. സ്വാമിയുടെ പൂരത്തിന് ഞാൻ വരാറില്ല. അപ്പോൾ ഈ ആനകൾക്ക് ഈ നിലവിനെയൊക്കെ കുറിച്ചിട്ട് എന്താ രാമകൃഷ്ണൻ്റെ ഒരു അഭിപ്രായം? അവർക്ക് നിന്ന് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ അങ്ങനെ വല്ലതും ഉണ്ടോ? ആനകളെ ഒന്ന് 10 മിനിറ്റ് വരെ നിർത്തണോണ്ട് കുഴപ്പമൊന്നുമില്ല. ആനകള് വഴി ദൂരെ കണ്ടമാനം വഴി നടന്നിട്ട് വന്നുള്ള പൂരങ്ങളൊക്കെ നിൽക്കുമ്പോൾ വിശ്രമിക്കാൻ വേണ്ടി പൂരപ്പറമ്പിൽ വരുമ്പോഴേ പോയി ദൂരക്കെട് നിലവ്. അത് ബുദ്ധിമുട്ടല്ലേ? നമ്മളൊരു ചുമട ഏറ്റിട്ട് വന്നിട്ട് ഒരു തണുപ്പത്ത് അത്താണിയിൽ വന്ന് നിർത്തി അത് ഇറക്കി വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ട് നിർത്തുമ്പോൾ അതെടുത്ത് കാവടി ആടാൻ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അതുമായുള്ള ബുദ്ധിമുട്ട്. അതിന് ആന വർത്താനം പറയുന്ന കാലത്താണെങ്കിൽ ഈ ഫീൽഡ് നന്നാവുള്ളൂ. ആന വർത്താനം പറയാൻ പറ്റാത്ത കാലത്ത് ഇത് നന്നാവില്ല. ഇത് പഴയ ചങ്കര നിങ്ങുമ്പോൾ തന്നെ. രാമകൃഷ്ണയുടെ ഇപ്പോൾ ഈ ഒരു ആനകളെ ചട്ടം പഠിപ്പിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നുണ്ട്. അത് എവിടെ വെച്ചിട്ടായിരുന്നു? കാട്ടിൽ വെച്ചിട്ട്? അത് നമ്മുടെ ഈ നാണേശ്വരം കമ്പനിക്ക് 2 ആനക്കുട്ടികൾ വന്നു. 2 ആനക്കുട്ടികളെ ചട്ടവട്ടടിച്ച് ചെയ്യാൻ തന്നെയാണ്. ഒന്ന് കാളിദാസ് എന്ന് പറഞ്ഞൊരു ആനക്കുട്ടി വന്നിട്ടുണ്ട്. പിന്നെ ഒന്ന് വന്നത് ഈ ഗണപതി. ഏത് ഗണപതി? വൈദ്യര ഗണപതി എന്നൊക്കെ പറഞ്ഞില്ലേ, കുട്ടനാട് വൈദ്യര്. അത് മൈസൂരാന കുട്ടി. അതിന് ഞാൻ തന്നെ ചട്ടവട്ടം അടിച്ചത്. ചട്ടവട്ടം പഠിപ്പിക്കുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ചട്ടവട്ടം പഠിപ്പിക്കാൻ ഇതിന് ക്ഷമയാണ്. അത് താറാവിനെ നമ്മൾ ഒരാളെ ഏൽപ്പിക്കുന്നുണ്ട്. ക്ഷമയില്ലാത്തതിൻ്റെ ഒരു ഭർത്താവിൻ്റെ ഒരു കൂലില്ലേന്. അതുപോലെ ഇത് ക്ഷമയാണ്. അത് ഒരു പ്രാവശ്യം പറയണത് 50 പ്രാവശ്യം കാട്ടി കൊടുത്താലേ അതിന് മനസ്സിലാവുള്ളൂ. അവിടെ തല്ലും കുത്തല്ല, തല്ലും കുത്തിയിട്ട് കാര്യമില്ല. അവരെ നമ്മൾ പരിപാലിച്ച് സ്നേഹിച്ച് കൊണ്ടു നടക്കണം. വെടിക്കെട്ട് കുറേശ്ശെ 4 പടക്കം പൊട്ടിച്ചു, ചാക്ക് തലയെക്കെട്ട് ആക്കിയത് മുഖത്ത് കെട്ടി അതൊക്കെ പിടിച്ചൊരിക്കൊക്കെ ചെയ്യും. അവർക്ക് ഇത് ശീലമുണ്ട പരിശീലിപ്പിക്കണം. ഒരു 10-50 ചാക്കൊക്കെ പോകുമ്പോൾ പിന്നെ അത് വലിക്കാണ്ടാവും. അങ്ങനെ ആകുമ്പോൾ അങ്ങനെ തലകെട്ടിട്ട് പിന്നെ ഒരാൾ മുകളിൽ കയറി ഇരുന്നിട്ട് ശീലമായി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു മണലിലേക്ക് കയറ്റിക്കുക. 2ാമത്തെ ആളായി അത് കുറഞ്ഞ് തള്ളിയിടുകയൊക്കെ ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ അത് ശീലമായി. പിന്നെ 3ാമതൊരാൾ അല്ലെങ്കിൽ മറ്റുള്ളക്ക് കിക്കിളേവില്ല മേലൊക്കെ ഒക്കെ കുലുക്കി തട്ടി താഴ്ത്തിയില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ. രാമകൃഷ്ണൻ ഈ കെട്ടിയഴുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഈ ആനകളെ ഭേദം ചെയ്യുമ്പോൾ? കെട്ടിയഴുപ്പ് ചില ആനകളെ കെട്ടി കഴിച്ചാലേ ചേട്ടാവുള്ളൂ. കൂടെ നിന്നാൽ ചേട്ടാവാത്ത ആനകളുണ്ട്. ചട്ടായാൽ തന്നെ അവനെ ഉപദ്രവിക്കും. അങ്ങനെയുള്ള ആനകളുണ്ട്. അപ്പോൾ പുതിയ ആൾ വന്ന് 10 കൊടുത്ത് ആന അഴിക്കുക. അത് അഴിക്കണ കേടന്നെ. 10 കൊടുക്കുമ്പോൾ അവൻ നല്ല ഇതിലെല്ലാം കിട്ടുക. അവനെ ഒതുങ്ങാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യുക. ആനയ്ക്ക് കേട് വരുന്നത് അവൻ ചിന്തിക്കില്ലല്ലോ. ആ കേട് വരാതെ ചെയ്യാനുള്ളൊരു കഴിവാണ്. അതാണല്ലോ കേട് വരാണ്ട് മുതലിന് കേട് വരുന്ന. ഇപ്പം ഞാൻ ആന അയച്ചു. ഇതിനെ കയ്യും കാലം ഒന്നും ഒരു കേടും വരുത്തിയില്ല. ഞരമ്പുകളൊക്കെ ഒന്നൊരു കേടും വരുത്താണ്ട് നമ്മളയച്ചു. ഭംഗിയായിട്ട് ഭഗവാൻ നമ്മളെ സഹായിച്ചു. കാര്യങ്ങളൊക്കെ നടത്തി. ഇങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ഇതിപ്പോൾ പറയുന്ന മാതിരിയുള്ള കാര്യങ്ങളൊന്നുമല്ല. അഭിമുഖം പറയണ മാതിരി എന്നല്ല. അഭിമുഖം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചന്തത്തിൽ പറയാം. കാര്യം നടത്തുന്നിടത്ത കഴിവ് അത് ഓരോരുത്തർക്ക് ഓരോ കഴിവുണ്ടാവും. പിന്നെ നമ്മുടെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹവും ദൈവത്തിൻ്റെ അനുഗ്രഹവും ഇവിടെ അച്ഛനമ്മയുടെയും മനസ്സിൻ്റെ നമ്മളോടുള്ള പരിതാപനം ഉള്ള മാതിരിയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വിജയിക്കുക. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ആന കൈവിട്ട് പോയിട്ട് ആനയ്ക്ക് ഇഷ്ടമുള്ള ഒരാൾ ഫുഡ് കൊണ്ട് കൊടുക്കുമ്പോൾ ആന വന്നിട്ട് തീറ്റ മേടിച്ച് കഴിച്ചിട്ട് ആന എന്താ പറയുക ഒന്ന് ശാന്തനാവെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അനുഭവം ഒന്ന് പറയാൻ പറ്റുമോ? ചില ആനകൾ എൻ്റെ ഭാര്യ എന്നെ ഗോപാലൻകുട്ടിയെ കുത്തിയിട്ട് എൻ്റെ ഭാര്യ വന്ന് കെട്ടിയിട്ടുണ്ട്. അവൾക്ക് ഈ കിണ്ടിയിൽ പാല് കൊടുത്തുള്ള ഒരു ചട്ട. ആനയുടെ വിചാരം ആനയുടെ അമ്മ അവളാന്നാ. അപ്പോൾ ആ കുഞ്ഞില് പാല് കൊടുത്തും ഇഡ്ഡലിയും കൊടുത്തും കുട്ടിയിൽ വന്നതാണ് എൻ്റെ കയ്യിൽ. അപ്പോൾ അവളാണ് കുട്ടിയിൽ ഇതൊക്കെ ചെയ്യുക, കാച്ചിലും കാറ്റയും കുറുക്കലൊക്കെ. അപ്പോൾ ആനക്കുട്ടിക്ക് അവളോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം എന്നോടില്ല. നമ്മൾ ബലമായിട്ട് തല്ലും കുത്തൊക്കെ ചെയ്യുന്ന ആളല്ല. അപ്പം എന്നെ ഇടയ്ക്ക് തട്ടിയിട്ട് കുത്തിയാലും ആന പൂമലേന്ന് എന്നെ തട്ടിയിട്ട് കുത്തിയിട്ട് ഭാര്യ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. പട്ടോട് കൂടി പൂമലേന്ന് പണി കഴിഞ്ഞ് വരുമ്പോൾ പപ്പടവട കൊടുത്തതാ ചായ പിടിച്ചിട്ട് തട്ടിയിട്ട് കുത്തി. എന്നിട്ട് ആന ആ പട്ട താങ്ങിയിട്ട് ഇവിടെ വന്നു, വീട്ടിൽ വന്നു. അത് എത്ര വയസ്സിലുണ്ടായിരുന്ന? അന്നൊരു 6-7 വയസ്സുണ്ടായിരുന്നു കുട്ടിക്ക്. 8 വയസ്സോളം ഉണ്ട്. പപ്പടവട കൊടുത്ത പണി കഴിഞ്ഞ് വരിക, ഒരു താങ്ങ് പട്ടയുണ്ട്. അന്നും താങ്ങും, നല്ല പട്ട താങ്ങും അത്. ആ പട്ട താങ്ങി വൈകുന്നേരത്തേക്കുള്ള പട്ട താങ്ങിയിട്ട് പൂമല ഇറക്കം ഇറങ്ങി വരുമ്പോൾ ഒരു ചായക്കട ഉണ്ട്. അപ്പോൾ ചായ കുടിക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ കഴിക്കാനൊന്നുമില്ല, മലയേരിയല്ലേ. പപ്പടവട ഉണ്ട്. അന്നൊരു പപ്പടവട
കണ്ടറൊന്നും പേടിക്കണ പറഞ്ഞു. ഒന്ന് ആനയ്ക്ക് കൊടുക്കാമല്ലോ വെച്ചാൽ ഒന്ന് ഞാനിങ്ങനെ കടിച്ചിട്ട് ഇത് വയൽ കൊണ്ടു കൊടുത്താ, അടി കൊണ്ടു കൊടുത്താ, അടിയിട്ട് ഔത്തി. എന്നിട്ട് അവിടുന്ന് ആ പട്ട താക്കിയിട്ട് നേരെ ബാലിന് മുകളിൽ വെച്ചിട്ട് ആന വീട്ടിൽ വന്നു. ഞാനവിടെ കിടക്കുന്നുണ്ട് റോട്ടിൽ. ആന തിരിഞ്ഞു കൂടി ചെയ്തില്ല, നേരെ വിട്ടു. ആന ഈ അവിടെ കിടക്കും, ഞാൻ വീട്ടിൽ പോകാന്ന് പറഞ്ഞാൽ ആന നേരെ വീട്ടിൽ വന്നു.